ഇന്ത്യ പാക് സംഘർഷത്തിൽ, അതായത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും 4 ദിവസം നിർത്താതെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നു. അതിൽ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള പ്രസ്താവന മുൻപ് ഒരു യൂട്യൂബിൽ പറയുകയുണ്ടായി. അയാളുടെ യൂട്യൂബിൽ അതിനെക്കുറിച്ച് സർക്കാർ വിശദീകരണം തേടുകയും അയാളുടെ യൂട്യൂബ് അക്കൗണ്ട് ഒരാഴ്ചത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അത് ശരിയാണെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സൈനിക മേധാവി നമ്മളോട് പറയുന്നത്. ഇന്ത്യൻ പോർ വിമാനം തകർന്നതില്ല, എന്തുകൊണ്ട് തകർന്നു എന്ന വിഷയമാണ് ഇവിടെ പ്രാധാന്യം. സംയുക്ത സൈനിക മേധാവിയാണ് ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ തകർന്നു വീണതായും അത് സംഭവിക്കാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടതെന്നും സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ വ്യക്തമാക്കി. 4 ദിവസം നീണ്ട സംഘർഷം ഒരിക്കൽ പോലും ആണവ യുദ്ധത്തിന്റെ വക്കിൽ എത്തിയിട്ടില്ലെന്നും സിംഗപ്പൂരിൽ ബ്ലൂംബെർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി. സിംഗപ്പൂരിലാണ് ഈ വെളിപ്പെടുത്തൽ നടന്നത്. അതായത് ഇന്ത്യൻ മാധ്യമങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സിംഗപ്പൂരിലുള്ള ബ്ലൂംബെർഗ് ടിവിക്കാണ് അദ്ദേഹം ഒരു അഭിമുഖം നടത്തിയത്. ഈ അഭിമുഖത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ്? ഇന്ത്യൻ പോർ വിമാനങ്ങൾ വീണതിനെ കുറിച്ചല്ല, അത് എന്തുകൊണ്ട് വീണു എന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത്. എണ്ണത്തിലല്ല കാര്യം. സംഘർഷത്തിൽ 6 ഇന്ത്യൻ പോർ വിമാനങ്ങൾ തകർന്നെന്ന പാകിസ്ഥാന്റെ വാദം തീർത്തും തെറ്റാണെന്നും അനിൽ ചൗഹാൻ പറഞ്ഞു. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. എന്നാലും തകർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് സൈനിക മേധാവി അനിൽ ചൗഹാനാണ് ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതേ ഇല്ല. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് സേനയ്ക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് സംയുക്ത സൈനിക മേധാവി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുന്നത്. ഇതിൽ സൈന്യത്തിനുണ്ടായ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തന്ത്രപരമായ തെറ്റുകൾ മനസ്സിലാക്കാനും അതിന് ഉചിതമായ പരിഹാരം കണ്ട് തിരുത്താനും സൈന്യത്തിന് സാധിച്ചു എന്നത് മാത്രമല്ല, 2 ദിവസത്തിന് ശേഷം ദീർഘദൂരം ലക്ഷ്യമിട്ട് എല്ലാ ജെറ്റുകളും വീണ്ടും ഒന്നുകൂടി പറത്താൻ സാധിച്ചു എന്നാണ് സൈനിക മേധാവി വ്യക്തമാക്കുന്നത്. അതായത് വെറുതെ ഇട്ടിരിക്കുകയായിരുന്ന ഈ ദീർഘദൂര സാധനങ്ങളെല്ലാം, ജെറ്റുകളും വിമാനങ്ങളും ഫൈറ്ററുകളെല്ലാം ഒന്നുകൂടി പറത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി ഇദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ 6 വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് സംയുക്ത സൈന്യ മേധാവി അനിൽ ചൗഹാൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ഇക്കാര്യം വിശദീകരിച്ചിരിക്കുകയാണ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. ഇതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് ആണവായുധം ഒഴിവാക്കാൻ കാരണമെന്ന് ഉള്ള വാദം അനിൽ ചൗഹാൻ തള്ളിക്കളഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ആണവായുധ പ്രയോഗത്തിന്റെ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടതെന്ന്, ഇല്ലാതാക്കിയതെന്ന്.
ഈ ഒരു പ്രസ്താവനയാണ് അനിൽ ചൗഹാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങളിൽ നിന്ന് ആണവായുധങ്ങളുടെ പ്രയോഗത്തിൽ നിന്നും ഏറെ അകലെയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ അകലെ എന്ന് പറഞ്ഞാൽ ആണവായുധങ്ങളുടെ പ്രയോഗത്തിൽ നിന്നും രണ്ടുപേരും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് അനിൽ ചൗഹാന്റെ മറുപടിയായി പറഞ്ഞത്. ആണവായുധങ്ങളുള്ള രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ അരനൂറ്റാണ്ടിനിടെ നടന്ന ഏറ്റവും മോശമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു ഇതെന്നും അനിൽ ചൗഹാൻ വ്യക്തമാക്കി. ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയ പല ആയുധങ്ങളും ഇന്ത്യക്ക് നേരെ ഫലം കണ്ടില്ല എന്നതാണ് ഒരു സുപ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിവരവും അനിൽ ചൗഹാൻ രേഖപ്പെടുത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 26 സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഭീകരാക്രമണത്തിന്റെ ശേഷം ശക്തമായ തിരിച്ചടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് എന്ന് തന്നെ പറയാം. നമുക്ക് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ നൽകിയത്. ഇതിലും ചില ദുരൂഹതകളുണ്ട്. ഈ പെഹൽഗാം ആക്രമണത്തിൽ 26 സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കിയ ഈ ഭീകരവാദികൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിന് ഇതുവരെ ഒരു വ്യക്തതയും ആരും വരുത്തിയിട്ടില്ല. അവരുടെ യാതൊരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ആ ഒരു കാര്യം ജനങ്ങൾക്ക് ഇപ്പോഴും സംശയത്തിലിരിക്കുകയാണ്. അവരെ ഇതുവരെയായിട്ടും പിടിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്ത്യൻ സേന ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായും സൈന്യം വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ 4 ഭീകരരെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പാകിസ്ഥാനോ ഇന്ത്യയോ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. നമ്മുടെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാന്റെ ഈ പ്രസ്താവന സർക്കാരിനെതിരെ വളരെയധികം പ്രതിഷേധത്തിനും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനും ഇടവരുത്തിയിട്ടുണ്ട്. ഇനി പാർട്ടിപരമായി നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ സർക്കാരിനെ കുറിച്ചുള്ള ഈ വിഷയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ അതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷമായിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണല്ലോ. ആ സ്ഥിതിക്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യൻ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. കടുപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ തരത്തിലാണല്ലോ നമ്മുടെ സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. നഷ്ടങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വസ്തുതകളും സത്യങ്ങളും ജനങ്ങളോടും പാർലമെന്റിനോടും തുറന്നു പറയാത്തത് എന്ന് തൃണമൂൽ കോൺഗ്രസ് TMC ചോദിച്ചിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംയുക്ത സേനാ മേധാവിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഖാർഗെ പറഞ്ഞു. അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ തയ്യാറെടുപ്പുകളെ കുറിച്ച് സമഗ്രമായ ഒരു പരിശോധന കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഖാർഗെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരിച്ചടിയുടെ വസ്തുതകൾ വിശദമായി വിദേശ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് എന്ന് TMC രാജ്യസഭാംഗം സാഗരിക ഘോഷ് ചോദിച്ചു. ആ കാര്യം ഒരു സത്യം തന്നെയാണ്. വിദേശ മാധ്യമമായ നമ്മുടെ സിംഗപ്പൂർ TV-യിലൂടെയാണ് ഇക്കാര്യങ്ങൾ അനിൽ ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തൃണമൂൽ കോൺഗ്രസിനെയും തമിഴ്നാട് TMC-യെയും വല്ലാതെ ചൊടിപ്പിച്ചു. അവരാണ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാതിരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അനിൽ ചൗഹാൻ തള്ളിക്കളഞ്ഞതായി ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ആണവായുധ പ്രയോഗമായിരുന്നോ ട്രംപ് ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ചും ഒരു ചോദ്യമുണ്ട്. അത് ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ ഒരു യുദ്ധ സാഹചര്യം ഒഴിവായത്, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒഴിവായത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷമാണ്, ട്വിറ്ററിലൂടെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷമാണ് ഇന്ത്യയും ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ച് മാധ്യമങ്ങളെ അറിയിക്കുന്നത്. അതിലാണ് ഒരു വ്യക്തത വരാൻ ഉള്ളത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു എന്ന് പറയുന്നത് എല്ലാവരും ഒരു വലിയ കാര്യമായിട്ടാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും നോക്കിക്കാണുന്നത്. അതായത് ഏകദേശം 1947 മുൻപ് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ശത്രുത നിലനിന്നിരുന്നതായി പറയുന്നുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷവും വലിയ രീതിയിൽ ആ ശത്രുത നിലനിന്ന് പോരുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ മോദി സർക്കാർ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും യുദ്ധങ്ങളും പല പല തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും നമ്മുടെ കാശ്മീർ മുതൽ നടന്നു വരികയുണ്ടായി. അതിനിടയിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ യുദ്ധ സാഹചര്യം എന്ന് പറയുന്നത്. അതിനൊരു അറുതി വരുത്തി എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ തള്ളിക്കളയുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ സൈനിക മേധാവി അനിൽ ചൗഹാനും ഈ വിഷയം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആരിടപെട്ടാലും ഒഴിവായത് ഏറ്റവും നന്നായി എന്ന് തന്നെയായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഇനി അഥവാ ട്രംപ് ഇടപെട്ടിട്ടാണെങ്കിൽ കൂടിയും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ഒരു യുദ്ധ സാഹചര്യം ഒഴിവായി. യുദ്ധം നടക്കുക എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്കും സൈനികർക്കും സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് നികത്താനാവാത്തതാണ്. നമ്മുടെ ഗസയിലെ ഫലസ്തീനിലെ ആളുകൾ മുഴുവനും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യം നമുക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇല്ലാതാകുന്നു, മാതാപിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്നു, സർവവും നഷ്ടപ്പെടുന്നു. പിന്നെ ഇതൊന്നുമില്ലാത്തവർക്ക് പട്ടിണി മൂലം മരണപ്പെടേണ്ടി വരുന്നു. പിന്നെ എല്ലാ സാധനങ്ങൾക്കും ഒരു വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനിടയിൽ ഈ ബിസിനസ്സുകാരും പൂഴ്ത്തിവെപ്പുകാരും അവർ നല്ലൊരു മുതലെടുപ്പ് നടക്കാൻ വേണ്ടി സാധനങ്ങളുടെ ലഭ്യത അവർ മറച്ചു വയ്ക്കുകയും പൂഴ്ത്തിവെക്കുകയും വില കൂടുമ്പോൾ വിൽപ്പനയ്ക്ക് എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അത് കച്ചവടക്കാരുടെ ഒരു കളിയാണ്. ഇങ്ങനെയുള്ള തന്ത്രങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുത്തത് ഏറ്റവും നല്ലതായി. യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളാരും കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു സാഹചര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഒരു വ്യക്തത വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു യുദ്ധം ഒരു രാജ്യത്ത് നടന്നാൽ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്നതിനെ കുറിച്ചുള്ള ആ ഒരു ജീവിതം നമ്മൾ അതിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. പറഞ്ഞറിയിക്കാൻ ഒരിക്കലും നടക്കുന്നതല്ല. നാഗസാക്കിലും ഹിരോഷിമയിലും ഒക്കെ ബോംബുകൾ വർഷിച്ച് ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. നിസാരം നമ്മുടെ എൻഡോസൾഫാൻ ഉപയോഗിച്ച സ്ഥലങ്ങളിലെ അനന്തര ഫലങ്ങൾ ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികളും ജനിച്ച കുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുപോലുള്ള ആണവായുധങ്ങളുടെ പ്രയോഗത്താൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഭൂമിയിൽ വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിന് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇതുപോലുള്ള യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ്. ഇരു രാജ്യങ്ങളുടെയും സർക്കാരുകൾ തമ്മിലുള്ള പിണക്കമാണ്
ഈ യുദ്ധത്തിന് കാരണമാകുന്നത്. സർക്കാരുകൾ തമ്മിൽ പിണക്കമില്ലെങ്കിൽ യുദ്ധ സാഹചര്യം ഉണ്ടാവുന്നില്ല. അതായത് ഭരണാധികാരികൾക്ക് നേരെ ജനങ്ങൾ തിരിയുമ്പോൾ അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടാകുന്നത് പണ്ട് മുതലേ നടന്നു വരുന്ന, ഒരു രാജാക്കന്മാരുടെ കാലം മുതലേ നടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നമസ്കാരം.